പോയിന്നാരേ എന്തോ തന്റെ മോൾ എന്താണ് ഇത്ര ക്ഷീണിച്ചിരിക്കുന്നത്? നേരത്തിനും കാലത്തിനും അവൾ ഒന്നും കഴിക്കില്ല മുതലാളി. അച്ഛൻ പറയുന്നത് നേരാണോ രാധേ? ഞാൻ ഇന്നലെ അച്ഛന്റെ കയ്യിൽ ഒരു സാരി വാങ്ങി കൊടുത്തയച്ചായിരുന്നു. നിനക്ക് ഇഷ്ടപ്പെട്ടു? അവളത് വാങ്ങിച്ചില്ല മുതലാളി. അതെന്താ? അവളോട് തന്നെ ചോദിക്കും. അവള് ചെറുപ്പമല്ലേ? രാധേ, നിനക്ക് ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തയക്കുന്നത് നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാ. അത് ഓർമ്മ വേണം കേട്ടോ. മുതലാളി ഇപ്പൊ തോട്ടത്തിൽ വന്നാലും രാധയുടെ പുറയുന്നു മാറില്ലല്ലോ. അവൾ കൊള്ളടിച്ചിരിക്കില്ലേടി. രാധയെ മുന്നേയായിട്ട് സ്നേഹമാണെന്നാണല്ലോ പറയുന്നത്. അത് സ്നേഹം, ഇത് കാശ്. രാധേ, ജോലി കഴിഞ്ഞിട്ട് മുതലാളിയെ ഒന്ന് കണ്ടേച്ചേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞേര്. ലക്ഷ്മി 12 കിലോ. നിനക്കെന്താടി ഇത്ര ക്ഷീണം? അവള് പനി കഴിഞ്ഞ് വന്നതല്ലയോ? മീനാക്ഷി 9 കിലോ. മാല 10 കിലോ. ശരിയായിട്ട് തൂക്കണ്ണ. ശരിയായിട്ട് തന്നെ തൂക്കിയത്. നിന്റെ ആങ്ങളയല്ലോടി മുന്നി. നിന്റെ തൂക്കത്തിൽ കള്ളം പറയോ? കൊണ്ടുവാമ. വള്ളി 11 കിലോ. രാധ 14 കിലോ. അതൊന്നുകൂടെ തൂക്കണം. അതൊന്നുകൂടെ തൂക്കാനാ പറഞ്ഞത്. എന്തിനാ? കള്ളത്തൂക്കമാ. 2 കിലോ കൂടുതലാ പറഞ്ഞു. അത് പറയാൻ നീ ആരാടാ? നിന്റെ മച്ചമ്പി. നിന്റെ കണ്ണ് ട്രാക്ടറല്ല. നീ പോ. എടാ മുന്നി, പെരട്ടുകളത്തിൽ എന്താ ഉണ്ടായത്? വാസു ആവശ്യമില്ലാതെ എന്നോട് വഴക്കിന് വന്നു. എന്നിട്ട് ഞാനൊരു അടി കൊടുത്തു. തെറ്റ് കണ്ടാൽ എന്നോട് പറയണം. തല്ലാൻ നിനക്കെന്ത് അധികാരം? വാസു അടിച്ചോടാ. മുതലാളിയെ ഓർത്ത് ഞാനൊന്നും ചെയ്തില്ല. മുന്നി, നീ പല പ്രാവശ്യം ഇവിടെ വഴക്കുണ്ടാക്കി. എന്നിട്ടും നിന്നെ ഞാൻ പിരിച്ചുവിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിന്റെ നടപടികൾ മോശമാണെന്ന് ഞാൻ കേട്ടു. ഞാൻ നടപടി പശുവൊന്നും കാണിച്ചില്ല. ഇല്ലേ? നീ രാധയുടെ പുറകെ നടന്ന് അവളെ ശല്യപ്പെടുത്തുന്നില്ലേ? ഓ, അതാണോ കാര്യം? മുതലാളിക്ക് എന്താ അതിലിത്ര വിഷമം? അവൾ എന്റെ തോട്ടത്തിൽ പണി ചെയ്യുന്നതാണ്. എന്നാലേ അവളുടെ ജോലിക്കാര്യം മാത്രം മുതലാളി ശ്രദ്ധിച്ചാൽ മതി. നീ പേടിപ്പിക്കണ്ട മുതലാളി. അവരുടെ കാര്യത്തിൽ മുതലാളിക്ക് ഇത്ര വെപ്രാളം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ചേട്ടാ, നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഈ മുതലാളിയോട് അനാവശ്യം പറഞ്ഞിട്ടല്ലയോടാ നിന്നെ ജോലിയിൽ പിരിച്ചുവിട്ടത്? അമ്മേ, ഈ തോട്ടത്തിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടെന്ന് വെച്ച് വേറെങ്ങും എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ലയത്തിൽ നിന്ന് ഇറക്കി വിട്ടാ നമ്മൾ എങ്ങോട്ട് പോവടാ? എന്തിനാ ഇറക്കി വിടുന്നത്? ലയ മുതലാളിയുടെ ആരുണ്ട്? മാല ഈ തോട്ടത്തിലെ തൊഴിലാളിയല്ലേ, അവളെ ഇറക്കി വിടുമോ? എന്നാലും അതൊന്ന് കാണണമല്ലോ. നിന്റെ ഈ തറയിലെ പറിച്ചിലുണ്ടാടാ നീ ഗുണം പിടിക്കാത്തത്. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ. സൗകര്യമുള്ളവർ കേട്ടാ മതി. എന്നെ വാതി ഒറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ വല്ലതും പറയും കേട്ടോ. അമ്മ എന്തിനാ അണ്ണനോട് വഴക്കിന് പോകുന്നേ? നീ എന്റെ പാട് നോക്ക്. എടാ, ഉണ്ട ചോറിന് നന്ദി വേണം. നീ പോയി മുതലാളിയുടെ കാല് പിടിച്ച് മാപ്പ് പറ. അതിന് അമ്മയുടെ വയറ്റിൽ ഞാൻ ഒന്നുകൂടെ ജനിക്കണം. എടാ, എണ്ണം കിട്ടുന്ന ചോറിണ്ടിട്ട് പോ. എനിക്ക് വേണ്ട. അമ്മ വിളമ്പിത്തരാടാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എന്റെ വയറ്റിൽ കോരിയിട്ടത്. അമ്മ തന്നെയല്ലേ പെറ്റത്? ഓടി ഓടുന്നു. അമ്മേ, ചേട്ടൻ ആ മുക്കിലെ കടയിൽ കാണും. ഞാൻ കുളിച്ചേച്ച് വരുമ്പോ വിളിച്ചോണ്ട് വരാം. വിളിച്ചോണ്ട് വരണേ മോളെ. നിന്നോടല്ല അമ്മ പറഞ്ഞ്, എന്നോടാ. ചെലിക്കാതിരുന്നോ? എന്റെ മോനോടുള്ള അസൂയ കൊണ്ടായിരിക്കും നാത്തൂൻ അങ്ങനെയൊക്കെ എഴുതി അയച്ചത്. എന്റെ പെങ്ങൾക്ക് എന്തിനാടി അവനോട് ഇത്ര അസൂയ? അവന്റെ അപ്പന് നല്ല സൗകര്യം ഉള്ളതുകൊണ്ടായിരിക്കും. എടി അച്ചാമ്മേ, അവനെ പട്ടണത്തിലേക്ക് അയച്ചത് പഠിക്കാനാ, അല്ലാതെ കൂട്ടുകാരുമൊത്ത് കുടിച്ച് കൂത്താടി നടക്കാനല്ല. അത് എഴുതി അറിയിച്ച അവനോട് ഈ കുറ്റം. അവൻ രാത്രി എത്ര മണിക്ക് ആ വീട്ടിൽ കയറി ചെല്ലുന്നെന്ന് നീ അവനൊന്ന് വിളിച്ച് ചോദിക്കേ. എന്തിന്? എന്റെ മോനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അവൻ ആ തരത്തിലൊന്നും പോവില്ല. അത് നിന്റെ തോന്നലാ. എടീ,
അവൻ വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച അവനെ ഞാൻ എന്റെ പെങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചത്. എന്തായാലും ഇനി ജെയിംസ് കുട്ടി അവിടെ താമസിപ്പിക്കണ്ട. അവധി കഴിഞ്ഞ് മടങ്ങി പോകുമ്പോ വല്ല ലോഡ്ജിലും താമസിപ്പിച്ചാ മതി. അവനെ അങ്ങനെ നിയന്ത്രണമില്ലാതെ വിടുന്നത് ശരിയല്ല. ജെയിംസ് കുട്ടി, മോൻ കാലത്തെ തോക്കുമായിട്ട് എങ്ങോട്ടാ? വെടിയറച്ച് നിന്നിട്ട് കുറെ കാലമായി. വല്ലതും കിട്ടുമോ നോക്കട്ടെ. മോൻ പാല് കുടിച്ചു? എനിക്ക് വേണ്ടമ്മേ. അച്ഛമ്മേ, അവൻ കുഞ്ഞായിരുന്നപ്പോഴാ പാല് കുടിച്ചിരുന്നത്. ഇപ്പോഴവൻ കുടിക്കുന്ന സാധനം അവന്റെ സഞ്ചിയിൽ കാണും. അവൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചോളൂ. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആ, നഷ്ടം വരുമ്പോ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചായിരിക്കും നഷ്ടം. നീ എന്താടി ചക്കി മിണ്ടാതിരിക്കുന്നേ? അതേ, മുട്ടൊരുമിരിക്കാൻ കൂട്ടില്ലഞ്ഞിട്ടാ. ഏത് മാരനാടി എനിക്ക് കൂട്ടുവരാൻ പോകുന്നത്? ശരി, ഞാനൊന്ന് കുളിക്കട്ടെ. നീ അവിടെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കോ. അയ്യോ, അത് ഞാൻ വളർത്തുന്ന കിളിയാ. അതിനെ വെടിവെക്കല്ലേ. ഏതാണത്തമ്മേ ആ പെണ്ണ്? ഓഹോ, നീ സുന്ദരി. നിന്റെ കൊച്ചമ്മ നിന്നെക്കാൾ സുന്ദരി. ഓ, ഓൾ റൈറ്റ്. ചക്കി പോയോ? ചെല്ലമ്മേ, ഞാൻ ഇറങ്ങുന്നത് നേരാണോടി? എന്താ നാ കങ്കാണി? ഉണ്ണുണ്ണി അങ്ങന്ന് നിന്നെ വെച്ചോണ്ടിരിക്കുകയാണെന്ന്. എറപ്പാടത്തരം പറയുന്നു. ഞാനാ അയാളെ വെച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവരെ മേയ്ക്കാൻ എനിക്ക് രണ്ടെണ്ണം വേണ്ടേ? ഞങ്ങൾ എന്താടി രാത്രി നിന്റെ ചെറ്റ വിളിക്കാൻ വരുന്നുണ്ടോ? വന്ന് നോക്ക്, അപ്പൊ കാണാം. അപ്പോഴേ ചെല്ലമ്മേ, ആരാ ചെന്നിട്ട് എവനങ്ങോട്ട് ഏക്കുന്നില്ലല്ലോടി. ഇതേ ഗവൺമെന്റ് ചാരായവ. വകുപ്പനുസരിച്ചേ ഏക്കത്തുള്ളൂ. ഏപ്പിക്കാൻ എന്തെങ്കിലും ഒരു വേല കണ്ടുപിടിക്കണമല്ലോടി. വേലയൊക്കെ എനിക്കറിയാം, പക്ഷെ പ്രയോഗിച്ച കണ്ണുപോകും. അയ്യോ, എന്റെ പൊന്നു ചെല്ലമ്മേ, തണ്ടതി ഏറ്റു പോകുന്ന പണി കാണിക്കല്ലേ. ചെല്ലമ്മേ, ആരെയും എടുത്ത്. മുന്നേ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് കേട്ടല്ലോടാ. ആ, പിരിച്ചുവിട്ടു. എടാ, മുതലാളിമാരോടൊന്നും പിണങ്ങാൻ പോകരുത്. നീലിമല തോട്ടത്തിൽ 20 വർഷമായിട്ട് ഞാൻ കങ്കാണിയാ. എന്റെ മുതലാളി എന്ന് പറഞ്ഞാ എനിക്ക് ദൈവമാ. അത് താനൊരു നാറിയായിട്ടാ. എന്റെ കണ്ണി എല്ലാരും മനുഷ്യരാ. നേതാവ് അകത്തേക്ക് ഇരുന്നാട്ടെ. എനിക്ക് ചെല്ലമേ, പി സാറെ ഒന്ന് പ്രത്യേകം ഗവനിക്കണം. പരിവാരെല്ലാവരും ഉണ്ടല്ലോ. അങ്ങും ഇവിടെ താമസമാക്കിയ പിന്നെ ഈ ഷാപ്പിലൊരു വർക്കത്തുണ്ട്. ചെല്ലമ്മേ, ഇവിടെ കറി വെക്കാൻ നിന്നിരുന്നവന് കോമ്പൻസേഷൻ കൊടുക്കാതെ പിരിച്ചുവിട്ടതായി യൂണിയനിൽ ഒരു പരാതി വന്നിട്ടുണ്ട്. അവൻ എന്നെ മുട്ടാനും ഒരുമാനും വന്നാ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സംഗതി എന്താണെങ്കിലും പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നാളെ വാതൊക്കെ കൊടി വരും. നേരോ? അതേന്ന് ഒരു 200 രൂപ തന്നാ മതി. പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. ഒരു പോക്ക് പോകെ തന്നേക്കാം. ആളുവില കല്ലുവിലയെന്നല്ലേ പറയുന്നത്. അടുത്ത വർഷം ചെല്ലമയെ കൊണ്ട് ഞാൻ ഹോൾസെയിൽ പിടിക്കും. ഇന്ന് തിന്നാനൊന്നുമില്ല ചെല്ലമ്മേ. അപ്പം ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം 8 മണിയായപ്പോ തീർന്നു. കേട്ടോടാ നാരായണ, ഞാൻ പല ഷാപ്പിൽ നിന്നും വെള്ളയപ്പം തിന്നിട്ടുണ്ട്. പക്ഷെ ഈ ചെല്ലമ്മയുടെ അപ്പത്തിന്റെ രുചിയുണ്ടല്ലോ, അതൊന്നും വേറെയാ. ഓഹോ. വാസുവിന് ഒരര തരട്ടെ? 2 അരഞ്ഞെടുക്ക്. ആ, ഇന്ന് കൈമണി അടിച്ചതിന് കാര്യമായിട്ട് കിട്ടിക്കാണും. ആ, എനിക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അര തനിക്കും മേടിച്ചു തരട്ടെ? നിന്റെ ഓശാരം എന്റെ പട്ടിക്കും വേണ്ടടാ. അത് പറ്റിയല്ല. കാലത്തെ എനിക്ക് തന്നതെങ്കിലും തിരിച്ചു തരട്ടെ. എടാ,
അടിയുണ്ടാക്കി രണ്ടിനെ അകത്താക്കും. നിങ്ങൾ രണ്ടുപേരും എന്റെ യൂണിയൻ നേതാക്കളാണ്. ഷാപ്പ് കിടന്ന് അടിയുണ്ടായാൽ നമ്മുടെ യൂണിയൻ ആലോചിക്കണം. വർഗബോധം വേണ്ടായോ? നിന്നെ കണ്ടോളാം. അച്ഛനിപ്പോ ഈ വളം മേടിക്കാൻ എവിടുന്നാ കാശ്? അത് അച്ഛൻ ഒരാളുടെ കടം വാങ്ങിയതാണ്. ആരോട്? അതെന്തിനാ മോൾ അറിയുന്നത്? എന്തിനാ അച്ഛാ കള്ളം പറയുന്നത്? ഇത് മുതലാളി വാങ്ങി തന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം? നമ്മൾ മുതലാളി ജോലിക്കാരല്ലേ? അപ്പോ മറ്റു ജോലിക്കാർക്ക് എന്താ മുതലാളി മേടിച്ചു കൊടുക്കാത്തത്? അച്ഛാ, മുതലാളി എന്നെ വിലയ്ക്ക് മേടിക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ വള എനിക്ക് വേണ്ട. നമസ്കാരം. ആ, എന്താ പോയി നന്നായരേ? ഈ വള അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ ഞാൻ മേടിച്ചു തന്നാണെന്ന് താൻ അവളോട് പറഞ്ഞു? ഇല്ല. പിന്നെ അവളതെങ്ങനെ മനസ്സിലാക്കി? ഇത് മേടിക്കാനുള്ള പണം ഇപ്പോഴെന്റെ കയ്യിലെന്ന് അവൾക്കറിയാം. എന്ത് മേടിച്ചു കൊടുത്താടൂ അവളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത്? അതിപ്പം ഞാൻ എന്തു പറയാനാ? താൻ പോയിക്കോ, അവളോട് ഞാൻ സംസാരിച്ചോളാം. ശരി. ഏതാടോ വള? അത് തന്റെ മൂക്ക് കൊടുക്കാൻ മുതലാളി വാങ്ങിച്ച് തന്നതല്ലേ? അയ്യോ അല്ലേ, അതൊരു പണയമാ കൊച്ചമ്മേ. സ്വർണ്ണപ്പണയമോ അതോ പെൺപണയമോ? തനിക്ക് ഇത്രയും പ്രായമായില്ലേ? നാണമില്ലല്ലോടോ തനിക്ക് ഇനി ഇത് വെച്ച് നടത്താൻ? എടി, ഞാൻ സത്യമാ പറയുന്നത്. ഇത് ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ച വളയാ. എനിക്ക് വേണ്ടി ഗോവിന്ദന്മാരാണോ വളം മേടിക്കുന്നത്? ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ തട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. എവിടെ നോക്കട്ടെ. ഇതാണോ എനിക്ക് വേണ്ടി വാങ്ങിച്ച വള? അത് അളവെനിക്കറിയാൻ പാടില്ലായിരുന്നു. ഇത്രയും കാലമായിട്ട് എന്റെ കയ്യുടെ അളവ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? പക്ഷേ കുളമ്പ് കൊള്ളുന്ന കൊച്ചു പെമ്പിള്ളയുടെ കയ്യുടെ അളവ് നിങ്ങൾക്കറിയാം. കൊടുത്തു, ആർക്കെന്ത് വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. പക്ഷേ ഞാൻ വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ വാസു വളരെ മര്യാദക്കാരനാണ്. അവനെ കൊണ്ട് രാധയെ കെട്ടിച്ചാൽ നമ്മുടെ വരുതിക്ക് നിൽക്കുകയും ചെയ്യും. അത് ശരിയാ, അവൻ നല്ല അനുസരണയുള്ളവനാ. പക്ഷെ പെണ്ണ് സമ്മതിക്കും? അത് ഞാൻ സമ്മതിപ്പിക്കാം. ആ, എന്നാൽ നമുക്കത് അങ്ങനെ തീരുമാനിക്കാം. എന്റെ കല്യാണം അച്ഛനും മുതലാളിയും കൂടെ തീരുമാനിച്ച പോരല്ലോ, ഞാനും കൂടെ സമ്മതിക്കണ്ടേ? നിന്റെ സമ്മതം ആർക്ക് വേണം? എന്റെ കഴുത്തിലല്ലേ താലി കെട്ടേണ്ടത്? നീ അമ്മയില്ലാത്തവളാണ്. അച്ഛനാണ് നിന്നെ വളർത്തിയത്. അച്ഛൻ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യും? അച്ഛനല്ല, ഈശ്വരൻ വന്ന് പറഞ്ഞാലും ഞാൻ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല. ഈ വിവാഹം നടത്തണമെന്ന് നിന്റെ അച്ഛനേക്കാൾ നിർബന്ധം മുതലാളിക്കാണ്. മുതലാളിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആ മനുഷ്യൻ എന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ആ മുതലാളിയുടെ ആർത്തിയുള്ള നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാധേ, ആ മുതലാളിയുടെ പിടിയിൽ നിന്ന് എന്നെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ചേട്ടന്. അതിനുള്ള ധൈര്യം ചേട്ടനുണ്ടോ? രാധേ, നിനക്കെന്നെ വിശ്വാസമുണ്ടെങ്കിൽ, ഏത് പരിതസ്ഥിതിയെയും നേരിടാനുള്ള തന്റെ ഇടം നിനക്കുണ്ടെങ്കിൽ, നീ എന്നോടൊപ്പം എന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കും. നിനക്ക് ഒരു വിധത്തിലും ചേരുന്നവനല്ല മുന്നി. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. നല്ലതും ചീത്തയൊക്കെ എനിക്കും അറിയാം. രാധേ, മുന്നി ഒരു തെമ്മാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. നിന്നെ കാണാനല്ലേ അവൻ വീണ്ടും ഈ തോട്ടത്തിൽ കയറിയത്. അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? നീ എന്തിനാ അവനോട് സംസാരിച്ചത്? എനിക്ക് മുന്നേട്ടനോട് ഇഷ്ടമായതുകൊണ്ട്. മുതലാളി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ കൊടുത്തയച്ചൊന്നും നീ ഇതുവരെ വാങ്ങിയിട്ടില്ല. എനിക്കതിന് വിഷമവുമില്ല. നാളെ നിന്നൊരു നല്ല നിലയിൽ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം. പക്ഷേ മുന്നിയുമായിട്ടുള്ള ബന്ധം നീ ഇന്നത്തോടെ അവസാനിപ്പിക്കണം.
ഒറ്റയാണെന്ന് വിചാരിച്ചോ? ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയായിരുന്നു. ആന നമ്മളൊന്നും ചെയ്യില്ല. എന്താ പേര്? മാല. നിന്റെ കിളി എവിടെ? വീട്ടിലുണ്ട്. അതിനെ എനിക്ക് തരുമോ? ഞാൻ തരില്ല. അങ്ങനെ അങ്ങ് പോയല്ലേടി പെണ്ണെ. കൊച്ചുമുതലാളിക്ക് എന്ത് വേണം? ഈ തത്തമ്മ ചുണ്ടുകൊണ്ടൊരു ചക്കരമുത്തം തരുമോ? നീ ഉറങ്ങിയില്ലേ ഇതുവരെ? ജെയിംസ് കുട്ടി വന്നില്ല. അവനെവിടെ പോയി? കോട്ടയത്ത് ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാ. രാത്രിയായ കാര്യം അറിഞ്ഞില്ലായിരിക്കും. അവൻ ഈ വീട്ടിനകത്ത് എത്ര നേരം എന്ന് വെച്ചാ കുത്തിയിരിക്കുന്നത്? ഇച്ചിരി താമസിച്ച വരത്തണമെന്ന് പറഞ്ഞിട്ടാ പോയത്. വരും. അവൻ ഏത് കൂട്ടുകാരനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ? അതിപ്പോ ഞാൻ എങ്ങനെ അറിയുന്നത്? അറിയണം. നമുക്കൊരു മോനല്ലേ ഉള്ളൂ. അവനെ ലാളിക്കുന്നത് തെറ്റില്ല. പക്ഷെ നിന്റെ ലാളന അവനെ നശിപ്പിക്കുകയാണ്. അവൻ എങ്ങനെ നശിക്കുന്നെന്നോ നിങ്ങൾ ഈ പറയുന്നത്? അത് കുറെ കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. അവൻ പോയിരിക്കുന്ന എവിടെയാണെന്ന് നിനക്കറിയാമോ? കുടിക്കാൻ. അവൻ ഒരു ദിവസം കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഇന്ന് അവന് പോലും അറിയില്ല. ഇത് ഞാൻ എന്തിനാ ഇല്ലാവചനം പറയുന്നത്? എന്റെ മോനെ അങ്ങനെ കുടിക്കില്ല. അവനെ തല്ലരുത്. ഞാൻ എന്തിനാ അവനെ തല്ലണം? തല്ലേണ്ടത് നിന്നെയാണ്. ചെല്ല്. അവന്റെ സഞ്ചിയിലുള്ള മദ്യക്കുപ്പിയിൽ ഇനിയും ബാക്കി കാണും. പാല് കോരിക്കൊടുത്ത അതേ കൈകൊണ്ട് നീ മദ്യം ഒഴിച്ചു കൊടുക്ക. ചെല്ല്. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എന്താ? എന്താ കാര്യം? എനിക്ക് ഈ നാട്ടില് വേണ്ടപ്പെട്ടവരാരുമില്ല. ഒറ്റയ്ക്ക് ആഹാരം വെച്ച് കഴിക്കുകയാണ്. ഞാൻ നിന്റെ അച്ഛനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് സമ്മതമാണ്. എന്തിന്? നിങ്ങൾ കരിവെച്ച് തരാനോ? അല്ല, പിന്നെ നിന്നെ എനിക്ക് വിവാഹം കഴിച്ചു തരാം. രാധേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഈ വിവാഹത്തിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഞാനൊരൊറ്റ അടി വെച്ചേരും. നിനക്ക് വീട്ടിൽ ഇരുന്ന പോരായിരുന്നു? കണ്ടില്ലേ? എന്നെ ചെലക്കായിരുന്നു. എന്റെ തത്തമ്മയെ തരൂ. തരില്ല. തരാനാ പറഞ്ഞത്. കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നാൽ എന്റെ തത്തമ്മ തരാം. അനാവശ്യം പറയുന്നു. തത്തമ്മയ്ക്ക് തരാനാ പറഞ്ഞ്. അങ്ങനെ തരത്തിലടി പെണ്ണെ. കൊച്ചുമലയാളി, ആ തത്തയും കൊടുക്ക്. മനസ്സില്ല. കൊടുക്കാനാ പറഞ്ഞത്. മനസ്സിലടാ പട്ടി. അയ്യോ, അരുത് ചേട്ടാ, അരുത്. ഇതാ കൊച്ചുമുതലാളി.
എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് തോക്കല്ലേ. ഇത് ഇവൻ തന്നെ അവിടെ കൊണ്ടുവന്ന് തരുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓ ഓ ഓ നീ അതോടെങ്ങാനും വെച്ചോടി, ആവശ്യമുള്ളവൻ വന്ന് എടുത്തോളൂ. വീട്ടിൽ പോടി. ഈ മുൻകോപം ഒന്ന് കുറയ്ക്കണം കേട്ടോ. പിന്നെ എന്നെ പട്ടിയെന്ന് വിളിച്ചാൽ ഞാൻ അവനെ തൊട്ടുമുത്തണം. അവന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ എന്നെ വെടിവെച്ചത്. അതെങ്ങനെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ? അവരൊക്കെ വലിയ ആളുകളാ. ആരായാലും ശരി, ഞാൻ പേടിക്കില്ല. കൊച്ചു മുതലാളി അവൻ തല്ലിയോ? അവനെ ഞാൻ പിടിച്ചു കെട്ടി കൊച്ചു മുതലാളിയുടെ മുമ്പിൽ കൊണ്ട് കിട്ടുതരാം. എടാ, നീ ഒറ്റയ്ക്ക് പോണ്ട, ആ വർക്കിയും ബാപ്പനെയും കൂടെ വിളിച്ചോ. നീ വീട്ടിൽ പോകാൻ. എന്തേ എല്ലാരും കൂടെ? നീ കൊച്ചു മുതലാളിയെ തല്ലിയോ? കൊച്ചു മുതലാളി എന്താണ് ചെയ്തതെന്ന് നീ ചോദിച്ചോ. കൊച്ചു മുതലാളി എന്തും ചെയ്യും. നീ തല്ലുവോ? ആ, തെമ്മാടിത്തരം കാണിച്ചാ തല്ലും. എന്താ അച്ചോ, ഇങ്ങോട്ടാരെങ്കിലും വന്നോ? ഇവിടെ ആരും വന്നില്ലല്ലോ. നിങ്ങൾ ആരെയാ തിരയുന്നത്? ഒരു കൊലപ്പുള്ളിയാണ്, കണ്ണിൽപ്പെട്ടതാ. പക്ഷെ അവൻ കടന്നു കളഞ്ഞു. ഉപദ്രവിച്ചതിൽ ക്ഷമിക്കണം. ഹേ, അത് സാരമില്ല. കമോ.
നീ ഇൻസ്പെക്ടർ പറഞ്ഞ കൊലപാതകി മുന്നി. ഒരു സഹജീവിയെ കൊന്നവനാണോ നീ? എന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലെന്ന് കണ്ടപ്പോൾ ഞാനത് ചെയ്തു. പോലീസിന് കീഴടങ്ങും. നിയമം നിന്നെ രക്ഷിക്കും. ക്ഷമിക്കണം അച്ചു, നിയമം പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മുന്നേ നീയല്ലേ ജെയിംസിനെ ആദ്യം അടിച്ചത്? അതെ. എന്തിനടിച്ചു? എന്റെ സഹോദരിയോട് അയാൾ മര്യാദയോടായി പെരുമാറിയതുകൊണ്ട്. ഇന്നെന്താ നടന്നത്? അയാൾ എന്നെ വെടിവെച്ചു. അതിനെന്താ തെളിവ്? എന്റെ സഹോദരി കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു സാർ. നിന്റെ സഹോദരി നിനക്ക് വേണ്ടിയല്ലേ പറയൂ? വേറെ ആരുമില്ലായിരുന്നു അവിടെ? ചോദിച്ചത് കേട്ടില്ലേ? രാധയുണ്ടായിരുന്നു. രാധ നിന്റെ ആരാ? എന്റെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. ഓഹോ, അപ്പോ പെണ്ണുവഴക്കാണ് ഇതിന് കാരണം? അതൊന്നും അല്ല യമാനെ, പണത്തിന്റെ അഹങ്കാരമാണ്. ഞങ്ങൾ പാവങ്ങളാ, അവർക്കൊക്കെ എന്തും ആകാമല്ലോ. ഓ, നിന്റെ പ്രസംഗമൊന്നും വേണ്ട. ഇവനെ ലോക്കപ്പ് ചെയ്യൂ. കൊല ചെയ്തത് മുന്നിയാണ്. ഈ കേസുമായി എന്റെ മകന് യാതൊരു ബന്ധവുമില്ല. ഉണ്ട്. നിങ്ങളുടെ മകനും മുന്നിയും തമ്മിലുണ്ടായ ഒരു വഴക്കല്ലേ ഈ സംഭവത്തിന് കാരണം? അതുകൊണ്ട് എനിക്ക് ജെയിംസിനെ ചോദ്യം ചെയ്യണം. ജെയിംസ് ഇവിടെ ഇല്ല, കോളേജിൽ പോയിരിക്കുക. എന്നാൽ അയാളെ ഉടനെ വരുത്തണം. പഠിക്കാൻ പോയിരിക്കുന്ന ചെറുക്കനെ ഇക്കാര്യത്തിന് വേണ്ടി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾക്ക് ഈ കേസുമായി ബന്ധമുള്ളതുകൊണ്ട്. അവൻ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. പിന്നെ ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി? സർക്കിൾ ഇൻസ്പെക്ടറെ ഇങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയക്കാൻ നോക്ക്. ചെറുക്കന്റെ ഭാവി പോകുന്ന കാര്യമാ. എല്ലാം നിന്റെ നിയന്ത്രണക്കുറവുകൊണ്ടാ. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞാൽ നീ അവനെ ന്യായീകരിക്കലേ ചെയ്യാറുള്ളത്. ഇപ്പോഴാണോ ഇതൊക്കെ പറയാൻ കണ്ട നേരം? അവരെ ഒന്ന് പറഞ്ഞയക്കാൻ നോക്ക്. ശരി. സാർ, ഒന്നിങ്ങോട്ട് വന്നാട്ടെ. എടാ ശശി, കേസ് ഇപ്പൊ സബൂറാവും. അതെങ്ങനെയാങ്ങനെ? എടാ മറ്റവൻ ഇടപെടുകൂടാ. ആര്? കിട്ടില് സർക്കിൾ അദ്ദേഹം തിരിച്ചു വരുമ്പോ പോക്കറ്റ് മുഴച്ചിരിക്കുന്നത് നീ കണ്ടോ? ഏയ്, സർക്കിൾ അദ്ദേഹം അതിലൊന്നും വീഴില്ല. DSP വീഴുന്നു, പിന്നെയാണോ സർക്കിള്? ക്ഷമിക്കണം മിസ്റ്റർ മാത്തച്ഛൻ, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കൈക്കൂലി കൊണ്ട് കേസ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നീതി ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ മകൻ കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം? ഫോൺ ചെയ്തവനെ ഉടനെ വരുത്തൂ. എനിക്ക് അവനെ ചോദ്യം ചെയ്യണം. ശരി സാർ. മാത്തച്ഛന്റെ മകനെ നാളെ ഹാജരാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാസുവിനോട് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടില്ലേ? യെസ് സാർ. നമുക്ക് അവനെ ചോദ്യം ചെയ്യാം. വരൂ. ഞങ്ങൾക്കൊരു ആൺതുണയായി അവൻ മാത്രമേ ഉള്ളൂ. അറിവില്ലായ്മ കൊണ്ട് അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. മുതലാളി എന്റെ മോനെ രക്ഷിക്കണം. നോക്കട്ടെ. മാലയുടെ വരൂ. എന്താ മുതലാളി? ചോദ്യം ചെയ്യാനായി പോലീസുകാർ വിളിപ്പിക്കും. ജെയിംസിനെതിരായി നീ ഒന്നും പറയരുത്. അത് എന്താ? ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം മുതലാളിയാ. മുതലാളി പറയുന്നത് പോലെ ചെയ്തോളാവേ. മുതലാളി,
അണ്ണൻ എന്തെങ്കിലും കുഴപ്പം വരുമെന്ന എന്റെ പേടി. ഒരു കുഴപ്പവും വരത്തില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആദ്യം എന്നെയാ ചോദ്യം ചെയ്തു. സർക്കിൾ അധികം പഠിച്ച പണി 18 നോക്കി കൊച്ചു മുതലാളിക്കെതിരായി എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാം. തല്ലിക്കൊന്നാലും ശരി, എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയാലും അദ്ദേഹത്തിന് മനസ്സിലായി. മുന്നിയുടെ പെങ്ങള് എന്റെ കുഞ്ഞിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്നാ എന്റെ പേടി. ആരെന്ത് പറഞ്ഞാലും ശരി, കൊച്ചു മുതലാളിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ PP സാറിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരും. ആരേ PP സാറ്? അയ്യോ, അറിയത്തില്ലേ? PP എന്ന് പറഞ്ഞ പരിഹാരം പത്രോസ്, ഈ മൂന്നാറിലെ ഏറ്റവും വലിയ യൂണിയൻ നേതാവാ. നമസ്കാരം. ഇതാ BP സാർ. സാറിന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഏതുവരെയായി? ജെയിംസിനെ കൊണ്ട് അവന്റെ അപ്പൻ സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. ഓ, പേടിക്കാനൊന്നുമില്ല. സർക്കിള് നമ്മുടെ കൊച്ചനാ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പിന്നെ അതിനിച്ചിരി ചെലവ് വരും. അദ്ദേഹം കൈക്കൂലി വാങ്ങുന്ന ആളല്ലല്ലോ. ആര് പറഞ്ഞു? കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മേടിച്ചോളും. ആട്ടെ, എന്തു കൊടുക്കേണ്ടി വരും? എല്ലാം കൂടെ ഒരു 10,000 രൂപ വേണ്ടി വരും. അത്രേ ഉള്ളൂ? അത് ഞാൻ തരാം. അത് മുതലാളിയോട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ കൊച്ചമ്മേ? മുതലാളിയോട് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല വാസു. PP സാറേ, ഓ. രൂപ ഞാൻ തരാം. നീയും ജെയിംസും തമ്മിൽ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണോ? അല്ലേ? പിന്നെന്തിനാ അയാൾ നിന്റെ കൈക്കേറി പിടിച്ചത്? എനിക്ക് അറിഞ്ഞൂടായേ. മാത്തച്ഛനെ മകനെ വിളിക്കൂ. മാത്തച്ഛനോട് ഇരിക്കട്ടെ, ജെയിംസിനെ മാത്രം വിളിച്ചാൽ മതി. ശരി, നടന്നു എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞോണം. മിസ്റ്റർ ജെയിംസ്, ഈ പെണ്ണിനെ നിങ്ങൾ അറിയുമോ? തോട്ടത്തിൽ വെച്ച് ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എടീ, ജെയിംസിനെ മുന്നിൽ തരുന്നത് നീ കണ്ടോ? കണ്ടോന്ന്? കണ്ടു. എന്തിനാ ജെയിംസിനെ തല്ലി? എന്റെ തത്തയെ പിടിച്ചതിന്. തത്തയെ പിടിച്ചതിന് മാത്രമാണോ തല്ലിയത്? പിന്നെ എന്നോട് അനാവശ്യം പറഞ്ഞു. ഇവൾ പറഞ്ഞത് ശരിയാണോ? കള്ളമ പറഞ്ഞത്? എടീ, അടികൊണ്ട് വീണ ജെയിംസിന്റെ കയ്യിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി മുന്നിയാളെ വെടിവെക്കുന്നു നീ കണ്ടില്ലേ? കൊച്ചു മുതലാളി ആദ്യം വെടിവെച്ചത്. Is it correct? Tell me. Yes, sir. ഒരു അബദ്ധം പറ്റിപ്പോയി. അപ്പച്ചനോട് വരാൻ പറയും. നിന്റെ അച്ഛനും മുതലാളിയും കൂടെ മുന്നിക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി സർവ്വ കെട്ടുകളും കിട്ടുന്നുണ്ട്. പക്ഷെ അവനെ ജാമ്യത്തിൽ ഇറക്കിയില്ലെങ്കിൽ സംഗതി പൊഴി. യൂണിയൻകാർ ഇടപെട്ടാൽ മുന്നേറ്റനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റില്ലേ? വല്ല അടിപിടി കേസായിരുന്നെങ്കിൽ കയ്യോടെ അവരെ പൊക്കിക്കൊണ്ട് വരായിരുന്നു. ഇത് കൊലക്കേസല്ലയോ? പിന്നിപ്പോ എന്ത് ചെയ്യും? ഇവിടുത്തെ മജിസ്ട്രേറ്റ് എനിക്ക് പരിചയമുള്ളയാളാ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വിചാരിച്ചാലേ വല്ലതും നടക്കും. എന്നാ ഞാനൊന്ന് പോയി കണ്ട് സങ്കടം പറയാൻ ചേട്ടാ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. പിന്നെ അവർക്ക് കാശ് കൊടുക്കണം. നിനക്ക് എങ്ങനെയെങ്കിലും 1000 രൂപ സംഘടിപ്പിക്കാമോ? നാളെ രാവിലെ മുന്നേ ഞാൻ ജാമ്യത്തിലിറങ്ങാം. ആരും അറിയണ്ട. ഇത് വിറ്റ് കാര്യം നടത്തിയട്ടെ. പ്രശ്നം ഇപ്പൊ തന്നെ പരിഹരിച്ചോണ്ട് വരാം.